മദീനയിൽ എത്തിയ പ്രവാചകൻ ഏകദേശം ഒന്നാം വർഷക്കാലം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരുക്കങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. 90ഓളം സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുള്ളത്. ചെറുതും വലുതുമായ 90ഓളം യുദ്ധങ്ങൾ. പക്ഷെ അത് യുദ്ധങ്ങളാണോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിജ്റ 2-ാം വർഷം റബീഉൽ അവ്വൽ. ഞാനിങ്ങനെ വർഷവും മാസവും പറഞ്ഞിട്ട് ക്രമത്തിൽ പറഞ്ഞു പോവുകയാണ്. ഹംസയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ഐസ് എന്ന സ്ഥലത്ത് പോയി അബൂജഹലും 3 പേരും അടങ്ങുന്ന കച്ചവട സംഘത്തെ ആക്രമിക്കാൻ ഒരുങ്ങി. മജ്ദി എന്ന ഒരാൾ മധ്യസ്ഥനായി അവരെ പിന്തിരിപ്പിച്ചു. ഇത് ഞാൻ ആ ചരിത്രത്തിൽ നിന്ന് കുറുക്കിയെടുത്ത് ഞാൻ തന്നെ എഴുതിയതാണ്, വായിക്കുന്നതല്ല. 2 ഹിജ്റ 2-ാം വർഷം തന്നെ ശവ്വാൽ മാസം, തൊട്ടടുത്ത മാസം, ഉബൈദത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം റാബിഗ് മലഞ്ചെരുവിലെ സനീയത്ത് എന്ന സ്ഥലത്ത് പോയി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ തുനിഞ്ഞു. അതും വേണ്ടത്ര മുന്നൊരുക്കമില്ലാത്തതിനാൽ പരാജയപ്പെട്ടു. ഹിജ്റ 2 ദുൽഖഅദ് അടുത്ത മാസം സഅദ് ഇബ്നു അബീ വഖാസിന്റെ നേതൃത്വത്തിൽ 20 പേർ ഖറാൻ മലഞ്ചെരുവിൽ വെച്ച് മക്കൻ സംഘത്തെ കൊള്ള ചെയ്യാനായി പുറപ്പെട്ടു. പക്ഷെ സംഘം നേരത്തെ സ്ഥലം വിട്ടതിനാൽ കൊള്ള നടന്നില്ല. ഹിജ്റ 3 ജമാദുൽ അവൽ മാസത്തില് മുഹമ്മദ് നബി 150 പേരുമായി ഉഷൈറ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അബൂ സുഫിയാന്റെ 100 പേരുള്ള കച്ചവട സംഘം ഷാമിലേക്ക് പോകുന്ന വഴിയിൽ ആ കച്ചവട സംഘത്തെ കൊള്ള ചെയ്ത് ആ കച്ചവട മുതലുകൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയാണ് പുറപ്പെട്ടത് എന്ന് ഈ പുസ്തകത്തിൽ പച്ചയായി എഴുതി വച്ചിട്ടുണ്ട്. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ഖുറൈശികളുടെ ഒട്ടകങ്ങളെയും മറ്റും പിടിച്ചെടുത്ത് ധർമ്മ മുതലാക്കുന്നതിന് വേണ്ടി 150 മുഹാജിറുകളായ സഹാബികളോടൊപ്പം തിരുമേനി ഉഷൈറയിലേക്ക് പുറപ്പെട്ടു. ആ സംഘത്തിൽ 1000 ഒട്ടകങ്ങളും 50,000 പൊന്നും മറ്റു ചരക്കുകളും ഉണ്ടായിരുന്നുവെന്നും മുസ്ലിങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞു. ഇനി അങ്ങനെയാണ് പോവാണ്. ആ കച്ചവട സംഘത്തോട് എതിർപ്പാനായി നബി തിരുമേനി 150 മുഹാജിറുകളോടൊപ്പം ഉഷൈറത്ത് എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആ സംഘം, ഈ ഉഷൈറത്ത് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് മുഹമ്മദ് നബിക്ക് നല്ല അറിവുണ്ടായിരുന്നു. കാരണം മുഹമ്മദ് നബി ഈ കച്ചവട സംഘങ്ങളിൽ വളരെ കാലം കച്ചവടത്തിന് പോയിട്ടുള്ള ആളാണ്. അപ്പൊ ആ കച്ചവട സംഘം ഏത് റൂട്ടിലൂടെയൊക്കെയാണ് പോവുക, അവരെവിടെയാണ് വിശ്രമിക്കുക, അവരെപ്പോഴാണ് തിരിച്ചു വരിക, അവരുടെ കയ്യിൽ എന്തെല്ലാം സാമഗ്രികൾ ഉണ്ടാവും, എന്തെല്ലാം ആയുധങ്ങൾ ഉണ്ടാവും, എല്ലാം അറിയുന്ന അതേ കച്ചവട സംഘത്തിലെ അംഗമായിരുന്നു മുഹമ്മദ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉഷൈറ ഒരു വിശ്രമ സ്ഥലമാണെന്നും ഷാമിലേക്ക് പോകുന്ന കച്ചവട സംഘം അവിടെ വിശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ട് അങ്ങോട്ട് കൊള്ളയടിക്കാനായി ഒരു സംഘം പുറപ്പെടുന്നത് മുഹമ്മദിന്റെ നേതൃത്വത്തിൽ. പക്ഷേ അവരുടെ കണക്കുകൂട്ടൽ അല്പം പിഴച്ചു. അവരവിടെ എത്തുമ്പോഴേക്കും ഈ സംഘം അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിരുന്നു. ആ സംഘം ഷാമിലേക്കാണ് പോകുന്നത്. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ജോർദാൻ ആ പ്രദേശമാണ്. ഈ മക്കയിൽ നിന്ന് ഒട്ടകത്തിന്റെ പുറത്ത് ഷാമിലേക്ക് പോയി കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരാൻ 4 മാസം എടുക്കും. 4 മാസം. അങ്ങനെ ഇവിടെ ചെല്ലുമ്പോൾ അവർ വിട്ടുപോയി എന്ന് അറിഞ്ഞപ്പോ, എന്നാൽ അവർ തിരിച്ചു വരുമ്പോൾ നമുക്ക് വീണ്ടും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘം മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോയി എന്നാണ്. അങ്ങനെ മടങ്ങിപ്പോയിട്ട് ആ 4 മാസത്തെ ഗ്യാപ്പിന്റെ ഉള്ളിൽ നടന്ന സംഭവമാണ് അടുത്ത വിവരണം. ഇവരേതായാലും പോയി 4 മാസം കഴിഞ്ഞ് അവർ തിരിച്ചു വരുമ്പോൾ വീണ്ടും വന്ന് അവരെ ആക്രമിക്കാം എന്ന് പറഞ്ഞ് ആ വെയിറ്റ് ചെയ്യുന്ന 4 മാസത്തിന്റെ ഉള്ളിലാണ് ഹിജ്റ 3 റജബ് മാസം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും 12 പേരും തായിഫിൽ നിന്ന് മക്കയിലേക്കുള്ള കച്ചവട സംഘം വിശ്രമിക്കുന്ന നഖ്ല എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടത്. അംർ ഇബ്നുൽ ഹർലമിയും ചെറു സംഘവും ചരക്കുകളുമായി വന്നു. അവരെ ആക്രമിച്ചു. ഹദ്റമിയെ കൊന്നു. മറ്റു 2 പേരെ തടവുകാരായി പിടിച്ചു. 1-2 പേർ ഓടി രക്ഷപ്പെട്ടു. ചരക്കുകളും തടവുകാരുമായി മദീനയിലേക്ക് മടങ്ങി. ആദ്യത്തെ സക്സസ്ഫുൾ അറ്റംപ്റ്റ്. അതിനു മുമ്പത്തെ 2-3 അറ്റംപ്റ്റ് പരാജയപ്പെട്ടു. പക്ഷെ ഇത് വിജയിച്ചു. ഇനി നോക്കൂ, ഇതിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വിവരണമാണ്. നഖ്ലത്ത്, ആ പ്രദേശം കച്ചവട സംഘങ്ങളുടെ വിശ്രമ സങ്കേതമായിരുന്നു.
ആ സംഘം നക്കലത്തിലേക്ക് പുറപ്പെടുമ്പോൾ 2 ദിവസം യാത്ര ചെയ്തതിന് ശേഷമല്ലാതെ തുറന്നു വായിക്കരുത് എന്ന നിർദ്ദേശത്തോടുകൂടി നബി സംഘത്തലവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുക്കുകയുണ്ടായി. ഇത് ശ്രദ്ധിച്ചു കേൾക്കണം, കാരണം അതിൽ കുറച്ച് രസമുണ്ട്. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം 2 ദിവസം യാത്ര ചെയ്ത ശേഷം അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് കത്ത് തുറന്നു വായിച്ചു. ഈ കത്ത് വായിച്ചു കഴിഞ്ഞാൽ നക്കലത്തിലേക്കുള്ള യാത്ര തുടർന്നു കൊള്ളണമെന്നും നക്കലത്തിലെത്തിയാൽ ഖുറൈശികളുടെ വരവിനെ കാത്തു ഇരുന്നു കൊള്ളണമെന്നും വിജയത്തോടുകൂടി തിരിച്ചു വരുവാൻ അവസരം ലഭിക്കുമെന്നും ഇക്കാര്യത്തിൽ കൂട്ടുകാരുടെ നില കണക്കിലെടുക്കേണ്ടതില്ല എന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം. 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്താനാവുമ്പോൾ വായിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സ്വകാര്യ കത്ത് തലവന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ കത്ത് വായിച്ചിട്ട് കൂട്ടുകാരുമായിട്ടൊന്നും ചർച്ച ചെയ്യണ്ട, ഇത് ഈ പറഞ്ഞതനുസരിച്ച് ചെയ്താൽ മതി എന്ന നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താ അതിന്റെ സംഭവം എന്ന് പറയാം. അതിന്റെ സംഭവം വരുന്നുണ്ട്. അങ്ങനെ പോയി കൂട്ടുകാരോടൊന്നും പറയാതെ ഈ നക്കല എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കച്ചവട സംഘത്തെ കാത്തിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ മുന്തിരിങ്ങ, തോല് മുതലായ കച്ചവട ചരക്കുകളുമായി ഖുറൈശികളുടെ ഒട്ടകങ്ങൾ തായിഫിൽ നിന്നും അവിടെ എത്തി. അംറുബിനുൽ ഹർലമി, ഹക്കം ഇബ്നു കൈസാൻ, ഉസ്മാൻ ഇബ്നു അബ്ദുള്ള തുടങ്ങിയ ഖുറൈശി വണിഗ്വരന്മാർ ആ സംഘത്തിലുണ്ടായിരുന്നു. പക്ഷെ എന്താ സംഭവം എന്നറിയോ? റജബ് മാസം യുദ്ധം ചെയ്യാനോ കൊള്ള ചെയ്യാനോ പാടില്ലാത്ത പുണ്യമാസമായിരുന്നു. ഒരു വർഷത്തിൽ 4 പുണ്യമാസങ്ങളുണ്ട്. ഈ 4 പുണ്യമാസങ്ങളിൽ കൊള്ള ചെയ്യാൻ പാടില്ല എന്നത് ആ കാലത്തെ അറേബ്യയിലെ ഒരു ഗോത്രമര്യാദയായി എല്ലാ ഗോത്രങ്ങളും പരിപാലിച്ചു പോന്ന ഒരു ഗോത്രമര്യാദയായിരുന്നു. അതുകൊണ്ടാണ് ഈ റജബ് മാസത്തിൽ ചെറിയ സംഘമായി കച്ചവടത്തിന് പോയവർ കച്ചവട ചരക്കുകളുമായി സുരക്ഷിതമായി തിരിച്ചെത്താമെന്ന ധൈര്യത്തിലാണ് അവർ വന്നത്. അവരുടെ കയ്യിൽ കച്ചവട സംഘത്തെ കൊള്ളക്കാരിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ട ആയുധങ്ങളോ സംരക്ഷണ സേനയോ ഉണ്ടായിരുന്നില്ല. കാരണം റജബ് മാസം കച്ചവടത്തിന് പോകുമ്പോൾ അതൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. കാരണം ആരും ഏത് കൊള്ളക്കാരും ആക്രമിക്കില്ല. അത് അന്നത്തെ നാട്ടുമര്യാദയായിരുന്നു. ഈ നാട്ടുമര്യാദ ഉള്ളത് കൊണ്ടാണ് കൂട്ടുകാരോടൊന്നും ഈ കാര്യം പറയണ്ട, നിങ്ങൾ അവിടെ പോയി ഇരുന്നിട്ട് പണിയെടുത്തോ എന്ന് സ്വകാര്യ കത്ത് കൊടുത്തയച്ചത്. അങ്ങനെ ഖുറൈശികൾ അവിടെ വന്നു. വാഖീദ് ബിൻ ഖുറൈശികളുമായി യുദ്ധം പ്രഖ്യാപിച്ചു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. വാഖീദ് ബിൻ അബ്ദുള്ള തൊടുത്തുവിട്ട അമ്പ് ആ കച്ചവട സംഘത്തിന്റെ തലവനായിരുന്ന അംറു ബിൻ ഹർലമിയെ കൊലപ്പെടുത്തി. ഉസ്മാൻ ബിൻ അബ്ദുള്ള, ഹക്കം ബിൻ കൈസാൻ എന്നിവരെ യുദ്ധത്തടവുകാരായി പിടിച്ചു. മറ്റുള്ളവർ ഓടിക്കളഞ്ഞു. ഖുറൈശികൾ ഇട്ടേച്ചു പോയ മുതലുകൾ യുദ്ധമുതലുകളായി മുസ്ലിങ്ങൾ കണ്ടെടുക്കുകയും അതോടൊപ്പം യുദ്ധത്തടവുകാരെയും കൂട്ടി അവർ നബി തിരുമേനിയുടെ സന്നിധിയിലേക്ക് തിരിക്കുകയും ചെയ്തു. ഇതാണ് ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം, അല്ലെങ്കിൽ ആദ്യത്തെ വിജയിച്ച യുദ്ധം. ഇനി ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങള് വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ല, ഈ ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞതാണ്. യുദ്ധത്തിൽ ഖുറൈശികൾ ഇട്ടേച്ചു പോയ മുതലുകൾ മുസ്ലിങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞിട്ട് ശേഷം പറയും. നോക്കൂ, ഈ മറ്റേ മാസത്തിന്റെ പുണ്യമാസത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഭീരുക്കളായ ഖുറൈശികൾ. നോക്കൂ, പറയുന്നത് ഈ ചരിത്ര പുസ്തകം പറയുന്ന വാചകം നോക്കൂ. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഭീരുക്കളായ ഖുറൈശികൾ. അവിടെ യുദ്ധമൊന്നും നടന്നിട്ടില്ല. നിരായുധരായ ആ പാവങ്ങളെ നേരിട്ട് പോയി കൊള്ള ചെയ്യുകയാണ് ചെയ്തത്. കൊള്ള ചെയ്തപ്പോൾ ജീവനും കൊണ്ട് ഓടി 2-3 പേർ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടവരെ കുറിച്ച് ഈ ചരിത്ര പുസ്തകം പറയുന്നു. യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ഭീരുക്കളായ ഖുറൈശികൾ മക്കത്തെത്തുകയും അവിടെയുള്ള മുസ്ലിങ്ങളെ മർദ്ദിക്കുകയും യുദ്ധം വിരോധിക്കപ്പെട്ട മാസത്തിൽ യുദ്ധം ചെയ്ത അക്രമികൾ എന്ന് മുസ്ലിങ്ങളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. നാട്ടുമര്യാദ, ഗോത്രമര്യാദ ലംഘിച്ചവർ എന്ന് പറഞ്ഞ് മര്യാദ കെട്ടവർ എന്ന് ഇവരെക്കുറിച്ച് അവരവിടെ പോയിട്ട് പറഞ്ഞു നടന്നു എന്നാണ് പറയുന്നത്. ഈ അപവാദം മുസ്ലിം ഹൃദയങ്ങളെ വ്രണപ്പെടുത്തി. മുസ്ലിം ഹൃദയങ്ങൾക്ക് വ്രണം ഉണ്ടാവണമെങ്കിൽ അവർക്ക് പോലും, അവരുടെ ഉള്ളിൽ പോലും ആ മര്യാദ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. യുദ്ധം വിരോധിക്കപ്പെട്ട മാസത്തെ ചൊല്ലി അങ്ങനെ വ്രണപ്പെടുത്തിയപ്പോ അള്ളാഹു ആയത്തിറക്കി. ഈ വ്രണം ഒന്ന് തണുപ്പിച്ചു കൊടുക്കാൻ വേണ്ടി. എന്താണ് ആയത്ത്? യുദ്ധം വിരോധിക്കപ്പെട്ട
മാസത്തെ ചൊല്ലി അവർ താങ്കളെ ചോദ്യം ചെയ്യുന്നു. ആ മാസത്തിൽ കൊല ചെയ്യുന്നത് മഹാപാപം തന്നെ. പക്ഷേ അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കാതിരിക്കുകയും മസ്ജിദുൽ ഹറാമിനെ നിരോധിക്കുകയും അതിന്റെ അഹ്ലുകാരിൽ പ്രമുഖന്മാരെ തുരത്തുകയും ചെയ്യുക എന്നത് അതിനേക്കാൾ വലിയ പാതകമാകുന്നു. താങ്കൾ അവരോട് പറയണം എന്നർത്ഥമുള്ള ആയത്തിറക്കി. ഇതാണ് ആ ആയത്ത്. വായിച്ചു നോക്കി. ഈ പറഞ്ഞ സംഭവം തന്നെയാണ് അതിലുള്ളത്. ഫിത്ന അക്രമത്തിനേക്കാൾ ഭയങ്കരമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് തെറ്റൊന്നല്ല, സംഗതിയൊക്കെ ശരിയാണ്, നാട്ടുമര്യാദ അനുസരിച്ച് ഈ പുണ്യമാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഈ അള്ളാഹ് ആരാണ്? ലോകാവസാനം വരേക്കുള്ള മനുഷ്യർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി, മൂല്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവസാനത്തെ ദൂതനെ അയച്ച ദൈവം പ്രപഞ്ചമുണ്ടാക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച കിതാബിലാണ് പറയുന്നത് പുണ്യമാസത്തിൽ അക്രമം ചെയ്യുന്നത് മോശമൊക്കെ തന്നെയാണ്. പക്ഷേ അതിനേക്കാളും മോശമാണ് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുക പോലുള്ള വലിയ അക്രമം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കൊല്ലത്തിൽ 8 മാസം യുദ്ധം ചെയ്യാം, ആക്രമിക്കാം, കൊള്ള ചെയ്യാം എന്ന നാട്ടുമര്യാദ പാവം അള്ളാഹുവിനും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ ഒരായത്തിറക്കുവോ? പുണ്യമാസം നമുക്കിപ്പോ എന്താ പുണ്യമാസം? 4 മാസം മാത്രം മതിയോ ഈ കൊള്ളയക്രമം ഇല്ലാതെ ജീവിക്കേണ്ടത്? നമ്മൾ 12 മാസം 365 ദിവസവും മനുഷ്യർ അക്രമം ചെയ്യാതെ കൊള്ള ചെയ്യാതെ സമാധാനത്തോടെ ജീവിക്കണം എന്നതാണ് ആധുനിക മനുഷ്യന്റെ മൂല്യബോധം. ആ മൂല്യബോധം വെച്ച് നോക്കുമ്പോൾ ഈ അള്ളാഹു വളരെ പ്രാകൃതമായ മൂല്യബോധമുള്ള ആളാണെന്ന് ഈ ആയത്തിൽ നിന്നും മനസ്സിലാവുന്നു. ഇനിയാണ് വലിയ യുദ്ധം. ഉഷൈറയിൽ നിന്ന് മടങ്ങി വരുന്ന നബിയും സംഘവും അബൂ സുഫിയാന്റെ വണിക സംഘം മടങ്ങും വഴി വീണ്ടും, അപ്പോ ഉഷൈറയിലേക്ക് പോയിരിക്കുകയാണല്ലോ. 4 മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ വീണ്ടും നബിയും ഒരു സംഘവും ഈ ഉഷൈറയിലേക്ക് തന്നെ വരികയാണ്. പക്ഷെ അതിനു മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, നബിയും സംഘവും ഉഷൈറയിലേക്ക് കൊള്ള ചെയ്യാൻ പുറപ്പെട്ടു വന്ന കാര്യവും തങ്ങൾ അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന കാര്യവും അബൂ സുഫിയാനും കച്ചവട സംഘവും അറിഞ്ഞു. കാരണം അന്ന് ഈ കച്ചവട സംഘങ്ങൾക്കൊക്കെ പൈലറ്റ് വണ്ടികൾ ഉണ്ടാവും. കുതിരപ്പുറത്ത് പൈലറ്റായിട്ട് ബാക്കിലും മുന്നിലും ആള് പോകും. അപ്പൊ ഈ രഹസ്യങ്ങളെല്ലാം എവിടെയെങ്കിലും ആപത്തുണ്ടോ എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കും. അങ്ങനെ അവർക്ക് മനസ്സിലായി മുഹമ്മദും സംഘവും കൊള്ള ചെയ്യാൻ വന്നിരുന്നു എന്ന്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? തിരിച്ചു വരുമ്പോ ഉഷൈറ വഴിയല്ല അവര് പോയത്. അവര് വേറെ വഴി മാറി, ഇറാഖ് വഴി വേറെ ഏതോ റൂട്ടിൽ കൂടെ വഴി മാറിയിട്ട് മക്കയിലേക്ക് പോന്നു. കാരണം ഇവര് വീണ്ടും വരും എന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ വഴിമാറി സഞ്ചരിച്ചു. ഇനി ഹിജ്റ 3-ാം വർഷത്തിലെ നോക്കൂ, ബദർ യുദ്ധത്തിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ പറഞ്ഞു തുടങ്ങുന്ന വാചകം. ഹിജ്റ 3-ാം വർഷത്തിലെ ജമാദുൽ ആഖിർ മാസത്തിൽ, ജമാദുൽ അവ്വലിലാണെന്നും പക്ഷാന്തരമുണ്ട്, മക്കയിലെ പ്രമുഖ വർത്തകനായ അബൂ സുഫിയാനും വർത്തക സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് പുറപ്പെട്ടു. 40-ൽ പരം ആളുകളും 900-ഓ 1000-ഓ ഒട്ടകങ്ങളും 50,000 സ്വർണവും മറ്റു പല ചരക്കുകളും ആ സംഘത്തിലുണ്ടായിരുന്നു. ആ കച്ചവട സംഘത്തോട് എതിർപ്പാനായി നബി തിരുമേനി 150 മുഹാജിറുകൾക്കൊപ്പം ഉഷൈറത്ത് എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. മുസ്ലിങ്ങൾ ഉഷൈറത്തിൽ എത്തുന്നതിന് മുമ്പ് അബൂ സുഫിയാന്റെ കച്ചവട സംഘം ഷാമിലേക്ക് കടന്നുപോയ വിവരം അറിഞ്ഞപ്പോൾ നബിയും സഹാബികളും മദീനയിലേക്ക് തിരിച്ചുപോയി. റമദാനിൽ ആ സംഘം മക്കയിലേക്ക് തിരിക്കുമെന്ന് നബി തിരുമേനിക്ക് വിവരം ലഭിച്ചു. അതനുസരിച്ച് തിരിച്ചു വരുമ്പോൾ അവരെ നേരിടാമെന്ന് നബി തീരുമാനിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞതല്ല എന്ന് ബോധ്യമല്ലോ, ഈ കിതാബിൽ പറയുന്നതാണ്. അങ്ങനെ ഈ യുദ്ധത്തിന് പോകുമ്പോ, ഈ ഉഷൈറത്തിലേക്ക് പോകുമ്പോ നബിയും അനുയായികളും കൂടെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്താ പ്രാർത്ഥിക്കുന്നത്? നാഥ, എന്റെ സംഘം കാൽനടക്കാരാകുന്നു, അവരെ നീ വാഹനപ്പുറത്ത് കയറ്റണമേ. എന്ന് വെച്ചാൽ എന്റെ സംഘത്തിന് ഇപ്പൊ അത്യാവശ്യം ഒട്ടകവും കഴുതിയും കുതിരയൊന്നും ഇല്ല. അപ്പൊ അവർക്ക് കുറച്ച് ഒട്ടകവും കുതിരയൊക്കെ കൊടുക്കണേ പടച്ചോനെ. അവർ അങ്കിയില്ലാത്തവരാകുന്നു, അവരെ നീ അങ്കി അണിയിക്കണമേ. അങ്കി എന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ കുപ്പായം, വാളുകൊണ്ട് വെട്ടുമ്പോൾ കൊള്ളാണ്ടിരിക്കാനുള്ള ഇരുമ്പും കുപ്പായമാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്പത്താണത്, ആയുധം. അവർക്ക് അങ്കിയില്ലാത്തവരാകുന്നു, അവരെ നീ അങ്കി അണിയിക്കണമേ. അവർ വിശന്നവരാകുന്നു, നീ അവരെ വിശപ്പകറ്റി കൊടുക്കണമേ. അവർ
ദരിദ്രരാകുന്നു, നീ അവർക്ക് ഐശ്വര്യം കൊടുക്കണമേ, ഇതെല്ലാം നിന്റെ അനുഗ്രഹത്താൽ നീ അവർക്ക് നൽകണമേ എന്നിപ്രകാരം തിരുമേനി പ്രാർത്ഥിച്ചു. അപ്പൊ തിരുമേനി പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഒട്ടകത്തിനെ കിട്ടണേ, തിന്നാൻ അവരെ കയ്യിലുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടണേ, നമ്മളെ ദാരിദ്ര്യം അകറ്റാൻ മാത്രം സ്വത്തും മുതലൊക്കെ നമുക്ക് കിട്ടണേ പടച്ചോനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിന്റെ അപ്പുറം വേറെ ഒരു ഉദ്ദേശവും ആ യാത്രക്കുണ്ടായിരുന്നില്ല. 40 പേരടങ്ങിയ അബൂ സുഫിയാന്റെ കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ അവരെ തടയുക എന്നത് മാത്രമായിരുന്നു മുസ്ലിങ്ങളുടെ ഉദ്ദേശം. തന്നിമിത്തം അതിനാവശ്യമായ സന്നാഹം മാത്രമേ മുസ്ലിങ്ങൾ ചെയ്തിരുന്നുള്ളൂ. അങ്ങനെ പോകുന്നു. അബൂ അയ്യൂബുൽ അൻസാരി ഇപ്രകാരം പറഞ്ഞതായി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. തിരുമേനിക്ക് ഒരു ദിവസം മദീനയിൽ വെച്ച് അബൂ സുഫിയാന്റെ ഒട്ടക സംഘത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുകയും ആ മുതലുകൾ യുദ്ധമുതലായി നമുക്ക് നൽകുവാനും നമ്മെ രക്ഷപ്പെടുത്തുവാനും അള്ളാഹു മതിയായവനാകുന്നു ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ ഞങ്ങളോടൊപ്പം വരുന്നുണ്ടോ എന്ന് തിരുമേനി അന്വേഷിച്ചപ്പോൾ ഉവ്വ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞങ്ങൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഇന്ന് 2 നാൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ഖുറൈശികളുമായി യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളാം എന്ന് നബി ആജ്ഞാപിച്ചു. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾക്കാവുകയില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഈ സംഭവത്തെ പരാമർശിച്ചുകൊണ്ട് മുഅ്മിനുകളിൽ ഒരു കക്ഷി താങ്കളുടെ ഹിതത്തിൽ അഹിതം പ്രദർശിപ്പിച്ചു എന്ന അർത്ഥമുള്ള ഒരു ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. എന്താ സംഭവം എന്നറിയോ? കച്ചവടക്കാർ വഴിമാറി സഞ്ചരിച്ചു എന്നറിഞ്ഞപ്പോ ആ യുദ്ധത്തിന് പുറപ്പെട്ട ആളുകളിൽ മഹാഭൂരിപക്ഷത്തിനും എന്നാ പിന്നെ നമുക്ക് തിരിച്ചു പോകാം, ഇനി നമ്മൾ പോയിട്ട് കാര്യമല്ല എന്ന അഭിപ്രായം വന്നു. അപ്പൊ ഈ അബൂ സുഫിയാൻ ഈ വിവരം അറിയുക മാത്രമല്ല, അറിഞ്ഞപ്പോൾ മക്കയിലേക്ക് വിവരം അറിയിക്കുകയും മക്കയിൽ നിന്ന് ഈ കച്ചവട സംഘത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നോണം ഒരു ചെറിയ സൈന്യം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇങ്ങോട്ട് അയക്കുകയും ചെയ്തു എന്ന വിവരം കൂടെ മുഹമ്മദ് അറിഞ്ഞു. ആ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ മുഹമ്മദ് തീരുമാനിച്ചു. ആ തീരുമാനം കൂടെയുള്ളവരെ അറിയിച്ചപ്പോ അവര് പറഞ്ഞു, അതിന് നമ്മൾ എന്തിനാ പോണത്, അവരടുത്ത് ഒട്ടകം മുതലൊന്നുമില്ലല്ലോ, നമ്മൾ വെറുതെ എന്തിനാ അതിന് പോണത്, ഞങ്ങളാരും അതിന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ അള്ളാഹു തുരുതുരാ ആയത്തിറക്കിയിട്ട് അവരെ ചീത്ത പറഞ്ഞു. അതാണ് ഖുർആനിലുള്ളത്. കൊള്ള മണത്തറിഞ്ഞതിനാൽ കച്ചവട സംഘം മറ്റൊരു വഴിക്കാണ് മടങ്ങിയത്. മക്കയിൽ നിന്ന് ഒരു സൈന്യത്തെ രക്ഷക്കായി അയച്ചു. ആ സൈന്യവുമായി മുഹമ്മദിന്റെ സംഘം അങ്ങനെ ബദറിൽ അവസാനം അള്ളാഹു ആയത്തിറങ്ങി നബിയോരൊക്കെ ചീത്തൊക്കെ പറഞ്ഞ് എല്ലാരെയും സജ്ജരാക്കി പോയി. അങ്ങനെ ബദറിൽ വെച്ചിട്ട് ആ സൈന്യവുമായി നടന്ന യുദ്ധമാണ് ബദർ യുദ്ധം. അവരങ്ങനെ പറഞ്ഞപ്പോ അള്ളാഹു എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഒന്നുകിൽ ഈ കച്ചവട സംഘത്തെ ഞാൻ ശരിയാക്കി തരാം, അല്ലെങ്കിൽ യുദ്ധത്തിന് വന്ന അവരെ ഞാൻ നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്ന് അള്ളാഹു രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് ഞാൻ ശരിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. നാം യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടില്ലാത്തത് കൊണ്ട് യുദ്ധത്തെ നേരിടാതെ ഒട്ടകക്കൂട്ടത്തെ അന്വേഷിക്കുന്നതാകണം ഉത്തമം എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെടുമായിരുന്നില്ല എന്ന് മറ്റു ചിലർ പ്രസ്താവിച്ചു. യുദ്ധത്തെ നേരിടാതെ പിന്മാറിക്കളയാനുള്ള ആഗ്രഹമാണ് അവരുടെ വാക്കുകളിൽ പ്രകടമായിരുന്നത്. അവരെയാണ് അള്ളാഹു ആയത്തിറക്കിയിട്ട് ചിത്തറിഞ്ഞത്. ഇതാണ് ഖുർആനിൽ ഇറങ്ങിയ ആയത്ത്. ബദർ യുദ്ധത്തിന് പോകാൻ തയ്യാറല്ലാതെ ഒഴിവുകഴിവ് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ കുറെ ആളുകൾ ശ്രമിച്ചപ്പോ അവരെ ചീത്ത പറയാനും അവരെ യുദ്ധസന്നദ്ധരാക്കാനും വേണ്ടി ആ സമയത്ത് അള്ളാഹു ഇറക്കിയ ആയത്താണ് ഖുർആനിലെ ഈ 8-ാം അധ്യായത്തിൽ 5, 6, 7 വാക്യങ്ങൾ. വിശ്വാസികളിൽ ഒരു വിഭാഗം ഇഷ്ടമില്ലാത്തവരായിരിക്കെ തന്നെ നിന്റെ വീട്ടിൽ നിന്ന് ന്യായമായ കാര്യത്തിന് നിന്റെ രക്ഷിതാവ് നിന്നെ പുറത്തിറക്കിയതുപോലെ തന്നെയാണിത്. ന്യായമായ കാര്യത്തിൽ അത് വ്യക്തമായതിനു ശേഷം അവർ നിന്നോട് തർക്കിക്കുകയായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കെ മരണത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നത് പോലെ, ആടുകൾ അറക്കാൻ കൊണ്ടുപോകും പോലെ എന്ന മട്ടിലാണ് അവര് നിന്നോട് തർക്കിക്കാൻ വന്നത്. 2 സംഘങ്ങളിലൊന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സന്ദർഭം ഓർക്കുക. ആയുധമെലവില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനപ്പെടണമെന്നായിരുന്നു നിങ്ങൾ കൊതിച്ചിരുന്നത്. അള്ളാഹുവാകട്ടെ തന്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ചു കളയുവാനുമാണ് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹു ആയത്തിറക്കി. ഇതൊക്കെ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഇറങ്ങിയ ആയത്താണ്. അങ്ങനെ ഈ രണ്ടാലൊരു സംഘത്തെ നിങ്ങൾക്ക് തരും എന്ന് പറയുമ്പോൾ എന്താണ് ഓഫർ ചെയ്യുന്നതെന്നും ഇതിനകത്ത് പറയണ്ടേ. യുദ്ധത്തിൽ ഒരാളെ വധിച്ചാൽ കൊല്ലപ്പെട്ടവന്റെ പടയങ്കി കൊന്നവനുള്ളതാകുന്നു. ഒരാൾ ഒരു ശത്രുവെ ബന്ധനസ്ഥനാക്കിയാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടവൻ ബന്ധനസ്ഥനാക്കിയവനുള്ളതാകുന്നു എന്ന് തിരുമേനി പ്രഖ്യാപിച്ചു. അപ്പോ യുദ്ധത്തിലും കുറച്ച് മുതൽ കിട്ടാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് മുതല്?
ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ആ കൊന്ന ആളുടെ പടയങ്കിയും അയാളുടെ അണ്ടർവെയർ അടക്കം ഈ കൊന്ന ആൾക്ക് സ്വന്തം എടുക്കാം. പിന്നെ ഒരാളെ തടവുകാരനായി പിടിച്ചാൽ അയാളെ കൊണ്ടുപോയിട്ട് വിറ്റ് കാശാക്കാം എന്നാണ് പറഞ്ഞു കൊടുത്തത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇനിയും വരുന്നുണ്ട്. അങ്ങനെ ഈ സംഘത്തില് യുദ്ധം നടന്നു. യുദ്ധത്തില് മുസ്ലിം വിഭാഗം യുദ്ധത്തിൽ വിജയിച്ചു. അബ്ദുറഹിമാനുബിന് ഔഫിന്റെ മക്കയിലെ ഉറ്റ ചങ്ങാതിയായിരുന്നു ഉമയ്യത്തിന്റെ തടവുകാരനായി പിടിച്ച കഥ. അപ്പോ ഈ യുദ്ധത്തിൽ 70ഓളം ഖുറൈശികൾ കൊല്ലപ്പെട്ടു. 10-13 മുസ്ലിങ്ങളും ഷഹീദായി. അള്ളി മലക്കളൊക്കെ സഹായത്തിനുണ്ടായിട്ടും 10-13 ആൾ മരിച്ചു. അങ്ങനെ യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ട് നടന്ന സംഭവങ്ങളിൽ ചിലതുകൂടി ഞാൻ വായിക്കാം. അപ്പോഴാണ് ഈ യുദ്ധത്തിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലാവുക. അബ്ദുറഹിമാനുബിൻ ഔഫിന്റെ മക്കയിലെ ഉറ്റ ചങ്ങാതിയായിരുന്ന ഉമയ്യത്തിനെ തടവുകാരനായി പിടിച്ചു. എന്നെ കൊല്ലാതെ വിട്ടാൽ ഈ പടയങ്കിയേക്കാൾ ലാഭം നിനക്കുണ്ടാക്കാം. തടവുകാരനായി പിടിച്ച ആളോട് ഈ തടവുകാരൻ പറയുകയാണ്, എന്നെ കൊല്ലാതെ വിട്ടാൽ എനിക്ക് ഇതിനെ കൊന്നാൽ എനിക്ക് എൻ്റെ ഒരു പടയങ്കി മാത്രമേ കിട്ടുള്ളൂ. എന്നെ കൊല്ലാതെ വിട്ടാൽ എനിക്ക് അതിനേക്കാളും ലാഭം ഉണ്ടാവും, എന്നെ വിറ്റ് കാശാക്കാം എന്ന് പറഞ്ഞ് അബ്ദുറഹിമാൻ ഇബ്നു ഔഫ് അബ്ദുറഹിമാനിൽ അഭയം തേടുന്നു. ഇയാൾ അഭയം തേടുന്നു. പക്ഷേ എന്താ പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പിടിക്കപ്പെട്ട ആള് ബിലാൽ എന്ന് പറയുന്ന ആളുടെ വലിയ ശത്രുവായിരുന്നു മക്കയിൽ. ബിലാൽ ഇയാളെ തടവുകാരനായി പിടിച്ചത് കണ്ടപ്പോൾ ഓടി വന്നു. എന്നിട്ട് ബിലാൽ എന്ത് ചെയ്തു നോക്കുക, ഇയാൾ പറഞ്ഞത് ഇതാണ്, എന്നെ രക്ഷപ്പെടുത്തുവാൻ കഴിയുമോ എങ്കിൽ ഈ അങ്കികളെക്കാൾ ലാഭം ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് ഉമയ്യത്ത് എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഇത് ഇയാൾ തന്നെ പറയാം, അബ്ദുറഹിമാൻ തന്നെ പറയാം. ചുമലിലുണ്ടായിരുന്ന അങ്കികൾ നിലത്തിട്ടു. ഉമയ്യത്തിനെയും മകനെയും ഞാൻ ബന്ധനസ്ഥരാക്കി. അവർ എനിക്ക് വഴങ്ങി. അവരുടെ കയ്യും പിടിച്ചു ഞാൻ മുമ്പോട്ട് നടന്നു. ഉമയ്യത്തിന് ആശ്വാസമായി. ജീവൻ കിട്ടിയെന്നുള്ള ആശ്വാസത്തിൽ അയാൾ പോവുകയാണ്. പക്ഷെ എന്താ സംഭവിച്ചു നോക്കൂ. ശത്രുക്കളിൽ ഒരാളെ ഒരു മുസ്ലിം ബന്ധനസ്ഥനാക്കിയാൽ ഇഷ്ടമുള്ള പ്രതിഫലം വാങ്ങിക്കൊണ്ടോ അല്ലാതെയോ അയാളെ സ്വതന്ത്രനാക്കുവാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട വസ്തുതയുടെ വെളിച്ചത്തിലാണ് തന്നെ ബന്ധനസ്ഥനാക്കുന്നത് അങ്കികളെക്കാൾ ലാഭകരമാണ് എന്ന് ഉമയ്യത്ത് പറയുകയുണ്ടായത്. ഞാൻ അവരുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ ബിലാൽ ഞങ്ങളെ കണ്ടുമുട്ടി. മക്കയിൽ വെച്ച് അദ്ദേഹത്തെ കഠിനമായും മൃഗീയമായും മർദ്ദിച്ച വ്യക്തിയായിരുന്നു ഈ ഉമയ്യത്ത്. റസൂലിന്റെ സഹായികളെ ഓടിവരൂ, ശത്രുക്കളുടെ നേതാവായ ഉമയ്യത്തിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ബിലാൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ബിലാൽ വിളിച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഓടി വന്നു. ഓടി വന്നിട്ട് എന്താ സംഭവിച്ചത്, ബിലാല് ഇയാളെ കൊല്ലാൻ വേണ്ടി ഓടി വന്നു. അപ്പൊ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ പിടിച്ച ആള് പരമാവധി ശ്രമിച്ചു. കാരണം ലാഭം, അയാളെ ജീവൻ തിരിച്ചു കൊല്ലാതെ കൊണ്ടുപോയാൽ ലാഭമുണ്ട് എന്ന് വിചാരിക്കുന്ന ആള് അയാളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അയാളെ അവിടെ നിലത്ത് കമന്ന് കിടന്നു. എന്നിട്ട് ഇയാൾ അയാളുടെ മേലെ കിടന്നു. അങ്ങനെ മേലെ കടന്ന സമയത്ത് ഈ ബിലാല് വാളുകൊണ്ട് അടി കൂടെ കുത്തിയിട്ട് അയാളെ കൊന്നു, അയാളെ മകനെയും കൊന്നു എന്നാണ് ഈ സംഭവം പറയുന്നത്. എന്നിട്ട് അപ്പോ ഈ ചങ്ങാതി പറയുന്നത്, എല്ലാ ബിലാലെ, അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ. നിങ്ങൾ എൻ്റെ അങ്കിയും നഷ്ടപ്പെടുത്തി എൻ്റെ ബന്ധനസ്ഥനെ കൊല്ലുക വഴി എന്നെ നിങ്ങൾ വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് ഇയാൾ പറയുന്നു എന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ ഭയങ്കര നഷ്ടമാണ് ആ ചങ്ങാതി ഉണ്ടാക്കിയത് എന്ന്. 70 പേര് കൊല്ലപ്പെട്ടു. 70 പേരെ തടവുകാരായി പിടിച്ചു. ബന്ധനസ്ഥരെ മുഴുവൻ കൊല്ലണം എന്ന് ഉമർ ശാഠ്യം പിടിച്ചു. അങ്ങനെ 70 തടവുകാരെ മുഴുവൻ കൊന്ന് കളയണം എന്നാണ് ഉമ്മർ ശാഠ്യം പിടിച്ചത്. പക്ഷെ അബൂബക്കർ ലേശം കൂടെ ബുദ്ധിയുള്ള ആളായിരുന്നു. ആള് പറഞ്ഞു, നമുക്ക് വിറ്റ് പൈസയാക്കാം, കൊല്ലണ്ടെന്ന് പറഞ്ഞു. അള്ളാഹു ഇത് കേട്ടപ്പോൾ അള്ളാഹുവിന് ലേശം കൺഫ്യൂഷനായി. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു, രണ്ടിന്റെയും കൂടെ നടുവിൽ, നമ്മളെ രാഹുൽ ഈശ്വർ പറയണ രണ്ടും കൂടെ നടുവിലൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം? കുറച്ചാളെ കൊല്ലും ചെയ്യുക, കുറച്ചാളെ കൊണ്ടുപോയി വിറ്റ് കാശാക്കും ചെയ്യുക എന്ന് അള്ളാഹു ആയത്തിറക്കി. ഇനി നോക്കൂ നിങ്ങളെ, ആ തടവുകാരായി പിടിച്ച കൂട്ടത്തിൽ മുഹമ്മദ് നബിയുടെ സ്വന്തം മകളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, മരുമകൻ തടവുകാരനായി പിടിച്ചപ്പോൾ അയാളെ മോചിപ്പിക്കാനായി മോചനദ്രവ്യമായി പിന്നീട് മക്കയിൽ നിന്നും അയാളുടെ ഭാര്യ, അതായത് മുഹമ്മദ് നബിയുടെ സ്വന്തം മകൾ, മോചനദ്രവ്യമായി കൊടുത്തയച്ചത് മുഹമ്മദ് നബിയുടെ ഭാര്യ ഖദീജ. ആ മകൾക്ക് കല്യാണ സമയത്ത് സ്ത്രീധനമായി കൊടുത്ത ആഭരണങ്ങളായിരുന്നു. ആ ആഭരണങ്ങൾ കണ്ടതോടുകൂടി മുഹമ്മദ് നബിയുടെ മനസ്സലിഞ്ഞു.
അദ്ദേഹം സ്വന്തം മരുമകനെ കൂലി വാങ്ങാതെ വിട്ടയച്ചു എന്നാണ്. എത്ര വികാരഭരിതമാണ് നിങ്ങൾ ആലോചിച്ചു. ഇനി ബദർ യുദ്ധത്തിൽ എന്തൊക്കെ കിട്ടി എന്നുള്ളതിന്റെ കണക്ക് കൃത്യമായിട്ട് ഈ ചരിത്ര പുസ്തകത്തിൽ പറയുന്നു. 150 ഒട്ടകങ്ങൾ, 10 കുതിരകൾ, അവയുടെ ജീൻ മുതലായ സാധനങ്ങൾ, പടയങ്കികൾ, യുദ്ധസാമഗ്രികൾ, തോൽ കൊണ്ടുണ്ടാക്കിയ വിരിപ്പുകൾ, വസ്ത്രങ്ങൾ, അമുസ്ലിങ്ങൾ വ്യാപാരാർത്ഥം കൊണ്ടുവന്ന തോലുകൾ, ഇവയായിരുന്നു ബദർ യുദ്ധത്തിലെ ഗനീമത്ത്. ശത്രുപക്ഷത്തു നിന്ന് വധിക്കപ്പെട്ട ഓരോരുത്തരുടെയും പടയങ്കി അയാളെ വധിച്ച സഹാബികൾക്കുള്ളതാണ് എന്ന്, ബന്ധനാസ്ഥരാക്കപ്പെട്ട ഓരോ ശത്രുവും അയാളെ ബന്ധനസ്ഥനാക്കിയ സഹാബിക്കുള്ളതാണെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ഈ ഗനീമത്ത് വിതരണം ചെയ്യപ്പെട്ടു. ഈ ഗനീമത്ത് നിന്ന് കുറച്ച് നബി കട്ടു എന്ന് പറയുന്ന വിവരം വേറെണ്ട, ഞാൻ പിന്നെ പറയാം. യുദ്ധക്കളത്തിൽ മരിച്ചു വീണ ശത്രുക്കളുടെ ശവങ്ങൾ ഒരു കുഴിയിൽ വലിച്ചിടുവാൻ തിരുമേനി കൽപ്പിച്ചു. അവരിൽ പ്രധാനികളെയെങ്കിലും പ്രത്യേകം കുഴി തോണ്ടി കുഴിച്ചിടുക എന്നത് ആ സന്ദർഭത്തിൽ ദുഷ്കരമായ കാര്യമായിരുന്നതുകൊണ്ട് എല്ലാവരെയും ഒരു കുഴിയിൽ വലിച്ചിട്ട് മൂടാൻ കൽപ്പിച്ചു. തിരുമേനിയുടെ ആജ്ഞക്കൊത്ത് സഹാബികൾ പ്രവർത്തിച്ചു. ഉമയ്യത്തിന്റെ ശവം നീർക്കെട്ട് മൂലം അഴുത്തുകിടക്കുകയായിരുന്നു. ഒരാൾ ആ ശവത്തെ പിടിച്ചു വലിച്ചപ്പോൾ അവയവങ്ങൾ വേറിട്ടുപോയി. ആകയാൽ ആ ശവത്തെ അവിടെ തന്നെ മണ്ണിട്ട് മൂടി. ഉത്തുബത്തിന്റെ ശവം കുഴിയിലേക്ക് വലിച്ചപ്പോൾ അയാളുടെ പുത്രനായ അബൂ ഹുദൈഫാവിന്റെ മുഖത്ത് ഒരു വ്യസനഭാവം പ്രസ്ഫുരിച്ചു. ബാപ്പ അപ്പുറത്തും മകൻ ഇപ്പുറത്തുമായിരുന്നു. ബാപ്പാന്റെ മയ്യത്ത് ഇങ്ങനെ കുഴിച്ചു മൂടുമ്പോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മകന്റെ മുഖത്ത് വ്യസനം കണ്ടു. നബി ചോദിച്ചു. എന്താ ചോദിച്ചത്? പിതാവിന്റെ കാര്യത്തിൽ വ്യസനമുണ്ടോ എന്ന് ചോദിച്ചു. യാ റസൂലുള്ളാ, യാതൊരു വിഷമവുമില്ല എന്ന മുഖവരയോടുകൂടി അദ്ദേഹം പറഞ്ഞു, പിതാവ് കൂടുതൽ ആലോചനാ ശക്തിയും മാന്യതയും സഹിഷ്ണുതയും ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്റെ പ്രതീക്ഷ ഫലിച്ചില്ലല്ലോ എന്ന് ഓർത്തുപോയപ്പോഴാണ് എനിക്ക് വ്യസനം ഉണ്ടായത് എന്ന്. അല്ലാതെ വാപ്പാനെ കൊന്നിലല്ല വിഷമം എന്നാണ്. വാപ്പ നരകത്ത് പോകുന്നതിലാണ് വിഷമം എന്ന് പറഞ്ഞു. ഇതാണ് ബദർ യുദ്ധത്തിന്റെ ഏറ്റവും ചുരുക്കം.